ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം, അതായത് നമ്മുടെ ലാക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള കോൺസെപ്റ്റലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ. ഏകദേശം ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഒരു ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും, അതുപോലെ തന്നെ ചാപ്റ്റർ ഫുള്ളായിട്ട് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ PPT ഓൾറെഡി ക്ലാസ് എടുത്തതാണ്, സോ PPT ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, സോ അതൊക്കെ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, അതായത് ഒരു കരിക്കുലത്തിൽ എന്താണ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു കരിക്കുലത്തിൽ എന്തിന് ലാംഗ്വേജ് എന്നുള്ള ഒരു സബ്ജക്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ പറയുന്നത്. സോ അതിൽ നമ്മൾ ലാംഗ്വേജ് ഈ ഒരു അതായത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ മീനിങ്, കോൺസെപ്റ്റ്, ഗോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലൂരി ലിംഗ്വലിസം, മൾട്ടി ലിംഗ്വലിസം, മോണോ ലിംഗ്വലിസം, അതൊക്കെ പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് PPT ഷെയർ ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്ത സമയത്തുള്ള PPT തന്നെയാണ്, സോ അതെല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. എന്നാലും ഞാനത് ഷെയർ ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട് ലാംഗ്വേജ്, വാട്ട് ഈസ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, അതിൻ്റെ മീനിങ് എന്താണ്, എയിം എന്താണ്, നീഡ്സ്, ബെനഫിറ്റ്സ്, ഗോൾസ് ഒക്കെയാണ്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അതായത് റൈറ്റ് ദ മീനിങ്, എയിം, നീഡ്സ്, ബെനഫിറ്റ്സ് ആൻഡ് ഗോൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ആ 2 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ചോദിക്കും, അത് ഇങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഒറ്റൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാം. അപ്പം ഇതാണ് എക്സാം എഴുതുന്നതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് വെച്ചാൽ, അതായത് ഒരു essay ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫോമാറ്റിലാണ് അതിൻ്റെ ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഒരു essay ക്വസ്റ്റ്യൻ വന്നു, അപ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഹെഡിങ് എഴുതണം അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, മീനിങ്, എയിം, നീഡ്സ്, ബെനഫിറ്റ്സ് ആൻഡ് ഗോൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് എഴുതാം. അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് എന്ത് എഴുതാം, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നുള്ള ഒരു ഹെഡിങ് എഴുതാം. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ബ്ലാക്ക് ഇങ്കും ബ്ലൂ ഇങ്കും മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നാട്ടിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഒറ്റ ഇങ്കാല യൂസ് ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് 2 ഇങ്ക് യൂസ് ചെയ്യാം, പക്ഷേ ബ്ലൂ ഓർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൊതുവേ ബ്ലൂവിൽ എഴുതുന്നവരാണെങ്കിൽ ബ്ലാക്കിൽ ഹെഡിങ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇനി പൊതുവേ ബ്ലാക്കിൽ എഴുതുകയാണെങ്കിൽ ബ്ലൂവിൽ ഹെഡിങ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 കളേഴ്സ്, അതായത് ബ്ലൂവും ബ്ലാക്കും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചുകൂടെ ആൻസർ ഷീറ്റ് അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഇടയിൽ എഴുതുന്ന സബ് ഹെഡിങ്സ് ഒക്കെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഇങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇപ്പം ഓരോന്ന് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഓരോ മെയിൻ ഹെഡിങ് ആയിക്കോട്ടെ സബ് ഹെഡിങ്സ് ആയിക്കോട്ടെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അതൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതങ്ങനെയൊക്കെയാണ് നമ്മളൊരു എക്സാം പാറ്റേൺ ശ്രദ്ധിക്കേണ്ട കാര്യം. എക്സാം പാറ്റേൺ നമ്മൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളൊരു ഹെഡിങ് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് സിനോപ്സിസിന് ഹെഡിങ് കൊടുക്കുക. ആ സിനോപ്സിസിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു എസ്സേയിൽ എന്തൊക്കെയാണോ ഉൾക്കൊള്ളിക്കുന്നത് അതിൻ്റെ മെയിൻ ഹെഡിങ്സ് ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളാണ് നിങ്ങൾ സിനോപ്സിസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം എന്തായാലും ഒരു എസ്സേയുടെ ഫസ്റ്റ് എന്തായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ലാസ്റ്റ് ഹെഡിങ് എന്തായിരിക്കണം, കൺക്ലൂഷൻ ആയിരിക്കണം. അപ്പം ഏതൊരു എസ്സേ ആയിക്കോട്ടെ ഫസ്റ്റ് ഹെഡിങ് ഇൻട്രൊഡക്ഷനും ലാസ്റ്റ് കൺക്ലൂഷൻ ആയിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമേ മാറുള്ളൂ. അതായത് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ അതനുസരിച്ച് ഇടയിൽ എന്ത് കൊടുക്കണം നമ്മൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് മീനിങ് ഓഫ് ഏത് ക്വസ്റ്റ്യൻ ആണോ, ഇപ്പം എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണെങ്കിൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് സബ് ഹെഡിങ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പം ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ.
അതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ലാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് മീനിങ് ഓഫ് ലാക്ക്. പിന്നെ എന്താണ് ആ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗോൾസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഗോൾ ഓഫ് ലാക്ക്, എയിം ചോദിച്ചിട്ടുണ്ട്, നീഡ് ചോദിച്ചിട്ടുണ്ട്, ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ സിനോപ്സിസ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ എഴുതുക, പിന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അതിൻ്റെ മീനിങ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഹെഡിങ്ങിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കിലേക്ക് തുടങ്ങുക. അതിനുശേഷം ലാസ്റ്റ് എന്ത് ചെയ്യണം, കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഒക്കെ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഫസ്റ്റ് പേജിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനോപ്സിസ് എഴുതാം, അല്ലെങ്കിൽ ഒരു 3/4 അല്ലെങ്കിൽ എന്തായാലും ഒരു ഹാഫ് പേജ് ഉണ്ടാവുമല്ലോ സിനോപ്സിസ് എഴുതാൻ. അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനോപ്സിസ് എഴുതാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഹെഡിങ്ങും സെപ്പറേറ്റ് എഴുതിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിനെ കുറിച്ച്. ജസ്റ്റ് ഒരു എക്സാം പാറ്റേൺ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്തൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. അപ്പോൾ അന്ന് ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് എഴുതാൻ പോകുന്നത് ലാംഗ്വേജ് എന്താണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ലാംഗ്വേജ് ഈസ് എ നാച്ചുറൽ ഹ്യൂമൻ ഫിനോമിനൻ ആണ് അല്ലേ. അതായത് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ലാംഗ്വേജ് എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, അവർക്കും ലാംഗ്വേജ് ഉണ്ട്, പക്ഷേ നമ്മുടെ ലാംഗ്വേജ് ആണ് ഒരു പ്രോപ്പർ ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആ രീതിയിൽ നമ്മൾ കരുതുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ വ്യൂസ്, കാര്യങ്ങളൊക്കെ മറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു ലാംഗ്വേജ്. അതായത് ഒരു നമ്മുടെ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ കേസിൽ നോക്കുമ്പോൾ നമ്മളൊരു ഹ്യൂമൻ്റെ ഒരു ഫിനോമിനായിട്ട്, നാച്ചുറലി ഹ്യൂമൻസിന് കീഴിലുള്ള ഒരു ഫിനോമിനായിട്ടാണ് നമ്മൾ ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു വൈഡർ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹ്യൂമൻസിന്, അതായത് മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ ഒരു വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ലാംഗ്വേജ്. ബിക്കോസ് നമ്മൾ എന്താണ്, ലാംഗ്വേജ് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ഒരു പേജ് അങ്ങനെ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ മാക്സിമം ഒരു 2-3 സെൻറ്റൻസിൽ ഒതുക്കുക. ഇപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് എഴുതുകയാണെങ്കിലും ഒരു 4-5 ലൈൻ ആകുമ്പോഴേക്ക് നിർത്തുക. ഈ പോയിൻറ്റ്സ് വൈസ് ആണെങ്കിൽ ഒരു 2-3 പോയിൻറ്റ്സ് മതി കേട്ടോ ഇൻട്രൊഡക്ഷൻ. ബിക്കോസ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ മാർക്ക് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ കുറേ എഴുതി, അപ്പോൾ ബാക്കി എഴുതാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാർക്കും നന്നായിട്ട് അത് ബാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഏതൊക്കെ പോയിൻറ്റ്സ്, ഒരു 3-4 പോയിൻറ്റ്സ് പഠിക്കുക. ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതണം എന്നുള്ള രീതിയിൽ പഠിക്കുക. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഇതെന്താണ്, മീനിങ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം അല്ലേ. അപ്പോൾ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ മെയിൻ മീനിങ് എന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, അതായത് ഒരു കരിക്കുലത്തിൽ എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ ലേണിങ്ങിൽ എന്താണ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാമല്ലോ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം. ബിക്കോസ് നമ്മുടെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, അതായത് നമുക്കൊരു കാര്യത്തിനെ കുറിച്ചൊരു വ്യൂ ഉണ്ട്, നമ്മുടെ തോട്ട്സ്, ഇതൊക്കെ ഒരാളിലേക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആൾക്കത് മനസ്സിലാവുള്ളൂ അല്ലേ. സോ അപ്പം മെയിനായിട്ട് എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ, വൈഡറായിട്ട് കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ലാംഗ്വേജ് എന്നുള്ള കാര്യം യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മീനിങ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിലൊക്കെ എഴുതാം. അപ്പോൾ ലാംഗ്വേജ് എന്നുള്ളത് തന്നെ എന്താണ്, നമ്മളൊരു സബ്ജക്റ്റായിട്ട് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ എഴുതാൻ പറ്റും. സോ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്കൊരു ലാംഗ്വേജ് അറിയുന്നതുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏത് ലാംഗ്വേജിലും പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ലാംഗ്വേജ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പം വേറെ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നതിനും എന്ത് വേണം, ഒരു ലാംഗ്വേജ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് വേണം. അപ്പം ആ കാര്യങ്ങളൊക്കെ മീനിങ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ എഴുതാം. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഗോൾ ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ കുറച്ചൊരു 4-5 ഗോൾസ് നിങ്ങൾ പഠിക്കുക. എല്ലാം പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള 4-5 ഗോൾസ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. ഞാൻ ജസ്റ്റ് എല്ലാ ഗോൾസും ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെ ഒരു കരിക്കുലത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു കാര്യം വിചാരിച്ചിട്ടാണ്.
അതായത് പലപ്പോഴും നമുക്ക് ഇൻഫോർമലി നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യൂലേ. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ പാരൻസ് തമ്മിൽ സംസാരിക്കുന്നത്, നെയ്ബേഴ്സ് സംസാരിക്കുന്നത്, സിബ്ലിങ്സ് സംസാരിക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യും, കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഇൻഫോർമൽ ലേണിംഗ് ആണ് അല്ലേ. അപ്പോൾ പലപ്പോഴും ഒരു ഫോർമൽ ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യില്ല, നമ്മളതിനെ ഒരു ഫോർമൽ രീതിയിൽ നമ്മൾ മാറ്റിയിട്ട് യൂസ് ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെ ഒരു ലാംഗ്വേജിനെ തന്നെ ഫോർമലായിട്ട് നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ നല്ലൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കരിക്കുലത്തിൽ ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളിലെ ഒരു അക്കാദമിക് സക്സസ്സിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് നല്ല രീതിയിൽ അക്കാദമിക് ലേണിങ്ങിൽ ഒരു സക്സസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് സബ്ജക്റ്റും പഠിക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുക, മാത്സ് പഠിക്കുക, ഇങ്ങനെ ഏതൊരു സബ്ജക്റ്റും പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഒരു രണ്ട് ലാംഗ്വേജ് അറിയണം. അതായത് ടീച്ചേഴ്സ് ഏത് ലാംഗ്വേജിലാണോ പറയുന്നത് ആ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാവാൻ പറ്റണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് വേറെ ഏത് സബ്ജക്ട്സും പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികൾക്ക്, ഇപ്പോൾ നല്ലൊരു ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ടീച്ചർ ഇപ്പോൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എടുക്കുന്നതെങ്കിൽ ആ ലാംഗ്വേജ് നന്നായിട്ട് അറിയുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ടീച്ചർ എന്താണോ മീൻ ചെയ്തത് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ കുട്ടികളുടെ അക്കാദമിക് ലേണിംഗ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനും അതിൽ അവർ സക്സസ് ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള 4 ലാംഗ്വേജ് സ്കിൽസ് ആണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. സോ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ്, ലാംഗ്വേജ് ഡെവലപ്പ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കാനും അത് എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ എന്ത് വേണം, ലാംഗ്വേജിൻ്റെ നല്ലൊരു ബേസ് വേണം. അതുപോലെ തന്നെ കുട്ടികളുടെ മെൻ്റൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സ്, ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടുള്ള ലാംഗ്വേജിലാണല്ലേ നമ്മൾ ആ കാര്യം ആലോചിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത് നമ്മളധികം എന്താണ് മലയാളത്തിലായിരിക്കും ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുക. നമ്മൾ വേറെ ഏത് ലാംഗ്വേജ് പഠിച്ചാലും നമുക്ക് ഏത് ലാംഗ്വേജിലാണോ നമ്മൾ ഏറ്റവും കംഫർട്ട് ആ ലാംഗ്വേജിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ നല്ല ലാംഗ്വേജ് വേണം. അതായത് ഇപ്പം റൈറ്റേഴ്സൊക്കെ എഴുതുന്ന പോലെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ എഴുതും അല്ലേ. അതൊന്നും നോർമലി എല്ലാവരെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അതെന്തുകൊണ്ടാണ്, അവർക്ക് നല്ല രീതിയിലുള്ള ലാംഗ്വേജ് അറിയുന്നത് കൊണ്ടാണ്. സോ അപ്പം ആ രീതിയിൽ കുട്ടികളെ കുറച്ചുകൂടിയും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും കൂടുതൽ വായിക്കാനും എഴുതാനൊക്കെ എന്ത് വേണം, ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഒരു കരിക്കുലത്തിൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ലാംഗ്വേജ് പഠിപ്പിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ ഇത്തരം പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന അടുത്ത ടോപ്പിക്കായിരുന്നു എയിംസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. ഇതേ കാര്യം തന്നെയാണ് എയിംസിൽ എഴുതുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനൊക്കെ 2 എന്ന് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത് എന്തായി, എയിമായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ സെൻറ്റൻസൊക്കെ പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ട് അതായത് അത് ചെയ്യാൻ വേണ്ടി അതൊക്കെ എയിമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെയിം കാര്യങ്ങൾക്ക് തന്നെ കുറച്ച് ഫ്രണ്ടിൽ 2 എന്ന് ഇട്ട് കൊടുത്താൽ അത് എയിമായി. സോ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കുട്ടികളുടെ ടു സപ്പോർട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നീഡ്സ്, നമ്മൾ ഓൾറെഡി അത് ഗോളിൽ പറഞ്ഞു അല്ലേ, കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ. അപ്പോൾ ടു ഡെവലപ്പ് എന്ന് കൊടുത്താൽ അതൊരു എയിമായി. അതുപോലെ തന്നെ കുട്ടികളുടെ അക്കാദമിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് നല്ല രീതിയിൽ റൈറ്റ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ, സ്പീക്ക് ചെയ്യാൻ, ഇങ്ങനെയുള്ള 4 ലേണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അതുപോലെ തന്നെ കുട്ടികളുടെ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കോഗ്നിറ്റീവ് തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ എയിം എന്നുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. അപ്പം എയിം കൊടുക്കുന്ന സമയത്ത് എല്ലാത്തിലും ഫ്രണ്ടിലും 2 അതായത് ഗോള് പഠിക്കുന്നുണ്ടല്ലോ, ഗോളിൽ നിങ്ങൾ എഴുതുന്ന ഒരു 4-5 പോയിന്റ് ഏതാണോ അതിൻ്റെ കൂടെ 2 ഇട്ട് കൊടുത്താൽ എയിമായി. സോ അത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചോദിച്ചൊരു കാര്യമായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നീഡ് ഫോർ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. സോ നീഡ്സ് ഫോർ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 80s അല്ലെങ്കിൽ ഒരു ലേറ്റ് 70s അതുപോലെ തന്നെ ഏർലി 80s
ഈ ഒരു ലാംഗ്വേജ് അക്രോസ് കരിക്കുലം അല്ലെങ്കിൽ കരിക്കുലത്തിൽ ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ കരിക്കുലത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലാംഗ്വേജിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ലാംഗ്വേജ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, അങ്ങനത്തെ കോൺസെപ്റ്റൊക്കെ വന്നത് അതിന് ശേഷമാണ്. അപ്പം എന്തിന് ലാംഗ്വേജ് ഒരു കരിക്കുലത്തിൽ ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കുട്ടികളിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നല്ല ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വേണം, അവരുടെ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടണം, അതുപോലെ അവരുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ അവർക്ക് ഒരു അക്കാദമിക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പം ഇതേ കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഗ്വേജ് ഒരു കരിക്കുലത്തിൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് ഇല്ലാതെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പം ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നു, എനിക്കും നിങ്ങൾക്കും മലയാളം അറിയുന്നതുകൊണ്ട് എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഏതൊരു കണ്ടൻറ്റ് പറഞ്ഞാലും അതും ലാംഗ്വേജ് എന്താണ്, തമ്മിൽ ഭയങ്കര ഒരു ഇൻറ്റർ റിലേഷൻ ഉണ്ട്. സോ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. സോ അതൊക്കെയാണ് നമുക്ക് ലാംഗ്വേജിൻ്റെ നീഡ്സിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും. അത് കാരണം കുട്ടിക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അത് ബിക്കോസ് ആ കുട്ടിക്ക് മനസ്സിലായിട്ട് പഠിക്കുമ്പം അപ്പോൾ നമ്മൾ പറയും മദർ ടങ്ങിൽ പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയൂലേ. അപ്പം അതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് അറിയാവുന്നൊരു ഭാഷയിൽ നമ്മൾ ഒരു കാര്യം കേട്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ ഐഡിയാസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കേസിലും ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഒരു കുട്ടികളെ നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അവരുടെ ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, അവരുടെ നോളേജും അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് എന്ത് കഴിയണം, ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പം അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു പങ്കുണ്ട്. ബിക്കോസ് കുട്ടികൾ ഒരു ഫോർമലായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. സോ അത് ത്രൂ ടീച്ചേഴ്സ് വഴിയാണ് നടക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത് ഒരു ലാംഗ്വേജ് ടീച്ചറുടെ മാത്രം ജോബാണ് എന്നുള്ള രീതിയിലല്ല കൺസിഡർ ചെയ്യുന്നത്. എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിനും ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്കുണ്ട്. ബിക്കോസ് ഏതൊരു സബ്ജക്റ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലൂടെയാണ് അല്ലേ. അപ്പം ആ ഒരു ലാംഗ്വേജ് കുട്ടികൾ പഠിക്കുക എന്നുള്ളത് എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു ആവശ്യമാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പം ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത് ഒരിക്കലും ഒരു ലാംഗ്വേജ് ടീച്ചറുടെ മാത്രം ഡ്യൂട്ടി ആയിട്ട് ഒരിക്കലും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് ജസ്റ്റ് എന്തെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. അതായത് ലാംഗ്വേജ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുട്ടികളിൽ ഒരു നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. യെസ്, ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനെ. സോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലൂറി ലിംഗ്വലിസം, മൾട്ടി ലിംഗ്വലിസം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവേഷൻ ത്രൂ ആണ് നമ്മൾ ഓരോ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ലാംഗ്വേജ് മാത്രം അറിയുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോണോലിംഗ്വലിസ്റ്റ് അല്ലെങ്കിൽ മോണോലിംഗ്വലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ, അതായത് 2 ലാംഗ്വേജ് അറിയുന്നവരെ നമുക്ക് ബൈലിംഗ്വലിസ്റ്റ് അങ്ങനെ വിളിക്കാം. ഇനി അതുമല്ല, അതിൽ കൂടുതൽ ലാംഗ്വേജ് അറിയുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു, പ്ലൂറി ലിംഗ്വലിസം അല്ലെങ്കിൽ പ്ലൂറി ലിംഗ്വലിസ്റ്റ്, മൾട്ടി ലിംഗ്വലിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നു. അപ്പം എപ്പോഴും ഇപ്പം നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻസ് എന്താണ്, മൾട്ടി ലിംഗ്വലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അഫ്കോഴ്സ് നമ്മളിതിൽ പലർക്കും എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇതിലിപ്പോൾ എന്തുണ്ടാവും, 2ൽ കൂടുതൽ ലാംഗ്വേജ് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം ലാംഗ്വേജസൊക്കെ നമ്മൾ നമ്മുടെ സ്കൂൾ ത്രൂ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പം മലയാളം പഠിക്കുന്നുണ്ട്, അറബി പഠിക്കാറുണ്ട്, ഹിന്ദി പഠിക്കാറുണ്ട്, സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അധിക പേരും എന്താണ്, ഒരു മൾട്ടി ലിംഗ്വലിസ്റ്റ് ആണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബൈലിംഗ്വൽ എന്ന് വെച്ചാൽ എന്താണ്, 2 ലാംഗ്വേജിൽ ഫ്ലുവൻ്റായി, അതായത് നമ്മുടെ മദർ ടങ് പ്ലസ് വേറൊരു ലാംഗ്വേജ് അങ്ങനെ. അതുപോലെ തന്നെ ട്രൈലിംഗ്വൽ 3 ലാംഗ്വേജസ് അങ്ങനെ. പക്ഷെ ഒരു 2ൽ കൂടുതൽ ലാംഗ്വേജ് അറിയുന്നവരെ നമുക്ക് മൾട്ടി ലിംഗ്വലിസ്റ്റ് എന്നുള്ള ഒരു കോമൺ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മൾട്ടി ലിംഗ്വലിസത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മൾട്ടി ലിംഗ്വലിസം എന്ന് വെച്ചാൽ എന്താണ്, രണ്ടിൽ കൂടുതൽ ലാംഗ്വേജ് അറിയുന്നവരെയാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു കൺട്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. നമ്മൾ ഭയങ്കര ഒരു വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് നമ്മുടെ, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അറിയുന്ന സമയത്ത് നമുക്ക് ഒരു മൾട്ടി കൾച്ചറൽ കാര്യങ്ങളും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനും അത് പോസിബിൾ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേറെ ഇതിൽ പറഞ്ഞിരുന്നു ബിസിനസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ വേറെ കൺട്രിയിൽ പോയി ബിസിനസ് ചെയ്യുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് അറിയുന്നത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനും മറ്റുള്ളവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെയും നമ്മുടെ തിങ്കിങ് എബിലിറ്റിയും നമ്മുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിക്കുന്നത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൾട്ടി ലിംഗ്വലിസം കാര്യങ്ങളിലൊക്കെ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് മോഡ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് നമുക്ക് 8 ഡിഫറെൻറ്റ് മോഡ്സ്, അതായത് ഹ്യൂമൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിന് 8 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഈ 8 കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, വ്യൂയിങ്, ഷേപ്പിംഗ്, വാച്ചിങ്, മൂവിങ്, ഇതാണ് ആ ഒരു 8 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പം ലിസണിങ് നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരു കാര്യങ്ങൾ കേട്ട് പഠിക്കുകയാണ്. അതായത് ഓറൽ ഇൻപുട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യങ്ങൾ കേട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ലിസണിങ് എന്ന് പറയാം. സ്പീക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ തന്നെ ഈ ഒരു നമ്മൾ കേട്ട കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ സ്പീക്കിംഗ്. അതായത് ഡിഫറെൻറ്റ് സ്പെല്ലിങ് വെച്ച് നമ്മളൊരു സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ മീനിങ് ഫുൾ കാര്യത്തിന് പറയുന്നതിനാണ് സ്പീക്കിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം എഴുതി വെച്ച ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമ്മൾ വായിക്കുന്നു, ഇതാണ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാക്കുകയാണ്. നമുക്കറിയാവുന്ന അക്ഷരങ്ങളും നമ്മൾ പഠിച്ച ലാംഗ്വേജും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ച് നമ്മൾ റിട്ടൺ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയാം. വ്യൂവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ വ്യൂവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഷേപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ കണ്ട കാര്യങ്ങൾ നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പം ഒരു കാര്യത്തിന് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഈ വാച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക, അതാണ് വാച്ചിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂവിങ്ങിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്രഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂവിങ് എന്നുള്ളൊരു മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു 8 മോഡ്സ് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇതാണ്. അതിന് താഴെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ. അപ്പം ലാംഗ്വേജസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ഈ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ടല്ലോ, ഡിഫറെൻറ്റ് മോഡ്സ്, അതായത് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, ഇങ്ങനത്തെ മോഡ്സ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ത്രൂ ലാംഗ്വേജിലൂടെയാണ് കുട്ടികൾ അവരെന്താണോ പഠിച്ചത് അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങളത് വേറെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കൊരു ലാംഗ്വേജ് വേണം അല്ലേ. അപ്പം അതൊക്കെ എന്താണ് ഈ ഒരു ലാംഗ്വേജ് കാര്യങ്ങളിലൂടെയാണ് വരുന്നത്. അത് നമ്മൾ കോഴ്സ് പറഞ്ഞില്ലേ, ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് അങ്ങനെ കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്. സോ ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണോ, ഒരു തിങ്കിങ്ങിന് ലാംഗ്വേജ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം നമ്മുടെ തിങ്കിങ്ങിന് ലാംഗ്വേജ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ ചിന്തിക്കുക മീൻസ് നമുക്കതിനൊരു ലാംഗ്വേജ് വേണം അല്ലേ. ഒരു വിത്തൗട്ട് ഒരു പ്രോപ്പർ ലാംഗ്വേജിലത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും എന്താണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസ് മദർ ടങ് ആണ് നമ്മൾ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ഡിഫറെൻറ്റ് സൗണ്ട്സ്, ജെസ്റ്റേഴ്സ്, സിമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജും തിങ്കിങ്ങും എന്നാണ് ഡയറക്റ്റ്ലി ഭയങ്കര രീതിയിൽ കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം രണ്ടും നമുക്ക്
ഇപ്പം കോൺഷ്യസ് തിങ്കിങ് ഉണ്ട്, സബ് കോൺഷ്യസ് തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം വേണം. സോ അതാണ് ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളൊരു മെയിൻ കാര്യമാണ് ബേസിക് ടെനറ്റ്സ് ഓഫ് ലാക് എന്ന് പറയുന്നത്. അതായത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് തത്വങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മോഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ടെനറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജ് എന്താണ്? മെയിൻലി ഒരു പർപ്പസ്ഫുൾ യൂസ്, അതായത് ലാംഗ്വേജ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിങ്ങിൽ ടോക്കിംഗ്, റൈറ്റിംഗ്, ഷേപ്പിംഗ്, മൂവിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടെനറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഇതൊന്നും അങ്ങനെ അധികം ചോദിക്കാറില്ല. സോ അതൊക്കെ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്നുള്ള കോൺസെപ്റ്റ്. സോ 4 പ്രിൻസിപ്പിൾസാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ 4 പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ കണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ കണ്ടന്റ് ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സ്കിൽ അക്വിസിഷൻ. തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇമേർഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ലേണിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നു വെച്ചാൽ കണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ കണ്ടന്റ് ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. സോ കണ്ടന്റ് അതായത് ഒരു കരിക്കുലത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറെൻറ്റ് കണ്ടൻറ്റ് കാര്യങ്ങൾ, കോണ്ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ആസ് എ ടീച്ചർ ഇപ്പം ഒരു സബ്ജക്റ്റിൽ ഒരു കണ്ടൻറ്റ് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് കണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സ്കിൽ അക്വിസിഷൻ. സോ ഇപ്പോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ഏത് ഒരു സ്കില്ല് പഠിക്കുന്ന പോലെ തന്നെയും ലാംഗ്വേജ് എന്താണ്? ഒരു സ്കില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലാംഗ്വേജ് ലേണിങ്ങും ഒരു സ്കില്ലാണ്. ഇപ്പം കുറേ ലാംഗ്വേജ് പഠിക്കുന്നത് വെച്ചാൽ അയാൾക്ക് അത്രയും സ്കില്ലുണ്ട്, അതും ഒരു സ്കില്ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരിക്കലും ഒരു ലാംഗ്വേജ് അറിയാത്ത ആൾക്ക് ഒരിക്കലും ഒരു ബുക്ക് വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലൊരു റീഡർ ആവാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു റീഡർ ആവണമെങ്കിലും നല്ല ലാംഗ്വേജ് നോളേജ് വേണം. സോ ഇപ്പം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇമേർഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇമേർഷനിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുക. ഇപ്പോൾ ആസ് എ ടീച്ചർ ഞാനിപ്പോൾ ഒരു ബയോളജി ടീച്ചർ ആണെങ്കിൽ ഞാൻ ബയോളജി പഠിപ്പിക്കുന്ന ഒരിക്കലും കുട്ടികൾക്ക് ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാവണം എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല. അഫ്കോഴ്സ് നമ്മൾ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഓൾസോ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ലാംഗ്വേജ് എത്തിക്കാൻ കൂടി നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ഒരു കാര്യം പറയുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, വേറെ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മളൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത്, നമ്മളൊരു വേറെ സബ്ജക്റ്റ് കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ആ കുട്ടി ആ ഒരു ലാംഗ്വേജ് മാത്രം പഠിക്കുക എന്നല്ല, ആ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിക്കുക എന്നല്ല, അതിലൂടെ ഒരു കുട്ടി ലാംഗ്വേജും കൂടെ പഠിക്കണം എന്നുള്ള ഒരു ടാർഗറ്റിലാണ് പഠിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇമേർഷൻ. ഓക്കെ, അപ്പം ആ ഒരു പ്രിൻസിപ്പിളും ഈ ഒരു ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷനിങ് ലേണിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷനിങ് ലേണിങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ എപ്പോഴും ഒരു തിയററ്റിക്കൽ ലാംഗ്വേജിനേക്കാൾ കൂടുതൽ ഒരു ഫങ്ഷണൽ ആസ്പെക്ട്സിലാണ് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുക. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഇരുത്തിയിട്ട് അവർക്ക് ലെറ്റേഴ്സ് പഠിപ്പിച്ചു, ഗ്രാമർ പഠിപ്പിച്ചു, പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളെ ആ ഒരു ലാംഗ്വേജിൽ സംസാരിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ആ ലാംഗ്വേജ് പഠിക്കുമായിരിക്കും, പക്ഷെ കുറേ ടൈം എടുക്കും, അല്ലേ? ഇപ്പം നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഭയങ്കര സക്സസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അധികം അവർ സംസാരിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ഇപ്പം പലപ്പോഴും നമുക്ക് അധിക പേർക്കും ഇപ്പോൾ നല്ല രീതിയിൽ ഗ്രാമർ അറിയുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് പ്രശ്നം എവിടെയാണ് വരിക? കമ്മ്യൂണിക്കേഷനിലാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് പലർക്കും ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പലർക്കും ഇംഗ്ലീഷ് അത്ര ഈസി ആയിട്ട് പറ്റില്ല.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ തിയറട്ടിക്കൽ ഒരു നോളേജാണ് അവർക്ക് ലാംഗ്വേജിനെ കുറിച്ചുള്ളത്. അപ്പം അതൊരു പ്രാക്ടിക്കലി ചെയ്യാത്തത് കൊണ്ടാണ്. സോ അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു അല്ലെങ്കിൽ ലാംഗ്വേജ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ലേണിങ്ങിനും കൂടെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് കേട്ടോ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലത്തിൽ നമുക്ക് 4ാമതായിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷനിങ് ലേണിംഗ് എന്ന്. അപ്പം ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക. ഹെഡിങ്സ്, അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു ഹെഡിങ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഹെഡിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഇപ്പം ഒരു 5 മാർക്കിനൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷന് കാര്യങ്ങൾ അതൊക്കെ എഴുതിയതിനു ശേഷം ഈ 4 പ്രിൻസിപ്പിൾസ്, അതായത് ഹെഡിങ് പോലെ 4 പ്രിൻസിപ്പിൾസ് എഴുതി വെക്കുക. ഓക്കെ, അതിന് താഴെ നിങ്ങൾ എന്ത് ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ അക്രോസ് കരിക്കുലോ. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കോൺസെപ്റ്റാണ് പേഴ്സണൽ ആൻഡ് പെഡഗോജിക്കൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കേട്ടോ. അത്രയും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പം ഇൻ്റഗ്രേഷൻ അക്രോസ് ദ കരിക്കുലം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബയോളജിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൽ ഞാനൊരു കാര്യം പഠിപ്പിക്കുകയാണ്, ലൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലൈറ്റ്, അഫ്കോഴ്സ് ലൈറ്റ് നമുക്ക് ബയോളജി ആയിട്ടും കെമിസ്ട്രി ആയിട്ടും ഫിസിക്സ് ആയിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാമല്ലേ. പക്ഷേ ഫിസിക്സിലാണ് ഞാനത് പഠിപ്പിക്കുമെങ്കിൽ കൂടി എനിക്ക് എന്ത് ചെയ്യാം, ബയോളജിയിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ബിക്കോസ് നമ്മളധികം ലൈറ്റ് പറയുമ്പോൾ നമ്മുടെ ഐ ഒക്കെ വെച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ റിഫ്ലക്ഷനുള്ള കോൺസെപ്റ്റ് ഐ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം നമുക്ക് ബയോളജിയിലെ ഐയുടെ കോൺസെപ്റ്റ്, അതായത് നമ്മുടെ കണ്ണ്, അതിലെ റെറ്റീന, അതിലെങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നു, റിഫ്ലക്ഷൻ എന്ന കോൺസെപ്റ്റ് ബയോളജി ബേസ് ചെയ്ത് പഠിപ്പിക്കാം. അതുപോലെ നമ്മുടെ ഐയുടെ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കെമിസ്ട്രി റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാം. അതുപോലെ ഫിസിക്സ് നമുക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കാം. അപ്പം ഇവിടെ എന്താണ്, ഒറ്റ സിമ്പിൾ കോൺസെപ്റ്റിന് ചുറ്റുമുള്ള ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ അതിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അത്രയും കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ കുട്ടികളെ. സോ അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു ഓവറോൾ ആയിട്ട് ഒരു ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റഗ്രേഷൻ അക്രോസ് ദ കരിക്കുലം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് കരിക്കുലം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ കരിക്കുലത്തിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ അല്ലെങ്കിൽ 2 or more സബ്ജക്ട്സിൽ അതിൽ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെയാണ് ഇൻ്റഗ്രേഷൻ ഓഫ് കരിക്കുലം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ എന്നാണ് പറയുന്നത്. ഡീപ്പ് ലേണിംഗ് കിട്ടും, നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, അതുപോലെ തന്നെ ഇൻക്വയറി ലേണിങ്ങിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഇൻ്റഗ്രേഷൻ. പേഴ്സണൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നോർമൽ സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ഡിസേബിൾഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും നോർമൽ സ്കൂളുകളിൽ ഭയങ്കര ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കാറില്ല. അതായത് ഇങ്ങനെ കുറച്ച് ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കുട്ടികളൊക്കെ നോർമൽ സ്കൂളിലും പഠിക്കാറുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പം ബ്ലൈൻഡ് ആയ കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഒരു സ്പെഷ്യൽ സ്കൂളിലല്ലേ പോകാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ എല്ലാ കുട്ടികളെയും ഒറ്റ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് പേഴ്സണൽ ഇൻ്റഗ്രേഷൻ. ജസ്റ്റ് ലൈക്ക് നമുക്ക് ഇൻക്ലൂസീവ് കരിക്കുലം എന്നൊക്കെ അതിനെ പറയാം കേട്ടോ. ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസും, അതായത് സ്പെഷ്യൽ സ്റ്റുഡൻസും ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസും നോർമൽ സ്റ്റുഡൻസും എല്ലാവരും ഒരേ ക്ലാസ് റൂമിൽ ഒരേ കരിക്കുലം ഒരേ രീതിയിൽ പഠിക്കുന്നതിനെയാണ് ഈ ഒരു ഇൻക്ലൂസീവ് കരിക്കുലം അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം നമ്മൾ പറയുന്നത്. അപ്പം ഈ പേഴ്സണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാണ്, ഒരേ രീതിയിൽ പഠിപ്പിക്കുക. അതായത് അവർ ഡിസേബിൾഡ് ആണ് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ സ്കൂൾ കാര്യങ്ങൾ കൊടുക്കാതെ അവരെ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ വളരാനും അവരെ കൂടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് പേഴ്സണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പം പല ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെയും ഒരു പ്രശ്നം, അവരെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർ ഒരു നോർമൽ അല്ല, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഈ ഒരു നോർമൽ കുട്ടികളെ കൂടെ വളരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് ഉണ്ടാവും. അപ്പം അത് കുറേ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നോർമൽ സ്റ്റുഡൻസിനും ഇതുപോലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെ പെരുമാറണം ഇതൊന്നും പല കുട്ടികളും അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് മാറി നിൽക്കുകയാണ് ചെയ്യല്. അതെന്തുകൊണ്ട് അവർക്ക് അവരെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ സ്കൂളുകളിൽ എല്ലാ ടൈപ്പ് സ്റ്റുഡൻസ് ഒരുമിച്ച് പഠിക്കുമ്പോൾ അവർ പരസ്പരം ഫ്രണ്ട്സ് ആവും, അവർക്ക് അവരുടെ അവസ്ഥകൾ മനസ്സിലാവും. അപ്പം അവരെ ഒരു പേടിയില്ലാതെ അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സ് ആക്കാനുള്ളൊരു ഒരു മനോഭാവം അവരിൽ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്കും, ബിക്കോസ് അവരൊരിക്കലും അവരുടെ ഡിസബിലിറ്റി ആയിട്ട് അവർക്ക് തോന്നില്ല. ബിക്കോസ് അവർ നോർമൽ കുട്ടികൾ അതേ കരിക്കുലം പഠിക്കുന്നു, അവരെ കൂടെ പഠിക്കുന്നു, ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ എല്ലാവരെയും ഭയങ്കര ഹാപ്പി ആക്കാനും കുറച്ചുകൂടി നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാനും പരസ്പരം ഒരു ഹെൽപ്പ് ചെയ്യാനും
ഒരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾ പരസ്പരം ഒരു ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, അതായത് ഇപ്പം പല പല ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യും, ഈ നോർമൽ കുട്ടികൾ, ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു കോ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവാനും കുട്ടികൾക്കിടയിൽ ആ ഒരു മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻ്റഗ്രേഷനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് പെഡഗോജി ഇൻ്റഗ്രേഷൻ. പെഡഗോജി ഇൻ്റഗ്രേഷൻ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് മേക്കിംഗ് സെൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്, അതായത് ഒരു മീനിങ് ഫുൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യം നല്ല ഒരു സെൻസിൽ പഠിക്കുക അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റിംഗ് മാറ്റേഴ്സ് ബൈ റെലവൻസ്, ഓരോന്നിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ ഒരു ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് അതിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും അതിൽ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അപ്ലൈയിങ് ദ ലേണിംഗ് ടു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കാതെ അത് പ്രാക്ടിക്കലിയും കൂടെ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു വർക്കിന് പോകാൻ നമ്മൾ ഒരുപാട് പഠിച്ചു പക്ഷെ നമുക്ക് ജോബ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ അല്ലേ. അപ്പം നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നു പക്ഷെ അതൊരു പ്രാക്ടിക്കലി കൊണ്ടുവരാൻ, ഒരു ഫ്യൂച്ചർ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളിലും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെഡഗോജി ഇൻ്റഗ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസോസിയേറ്റിംഗ് ദ ലേൺഡ് എലമെൻറ്റ്സ്. സോ അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സൊസൈറ്റിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലേ. അതായത് പല കുട്ടികൾക്കും ഇപ്പം ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് കൂടെ ബെറ്റർ ആവുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പം അതിനൊക്കെ അസോസിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഈ പെഡഗോജി ഇൻ്റഗ്രേഷനിലൂടെ സാധ്യമാവും. സോ അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളിതിൽ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം നോക്കുക. പിന്നെ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഈ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് താനെ എഴുതാവുന്നതല്ലേ. അപ്പോൾ പ്രിൻസിപ്പിൾസ് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക, ബിക്കോസ് അതിൻ്റെ ഹെഡിങ്സ് അതുപോലെ തന്നെ എഴുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ്, അതായത് 8 മോഡ്സ് നമ്മൾ പറഞ്ഞല്ലോ: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, വ്യൂവിങ്, ഷേപ്പിംഗ്, വാച്ചിങ്, മൂവിങ്. അപ്പം ഇങ്ങനെയുള്ള 8 കാര്യങ്ങൾ അല്ലെങ്കിൽ 8 മോഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ കോമൺ ആയിട്ടുള്ള ഈ ഒരു ഗോൾസ്, എയിംസ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നീഡ്സ് കാര്യങ്ങൾ, അതും പഠിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു മൾട്ടിലിംഗ്വലിസം, പ്ലൂറിലിംഗ്വലിസം, ആ ഒരു കോൺസെപ്റ്റ് അതും മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇപ്പം വിചാരിക്കുന്നു ബേസിക്കായുള്ള ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക.